നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിലയിരുത്താൻ CPIM നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യും. എല്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും യോഗത്തിൽ പങ്കെടുക്കണമെന്ന് പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ദീപക് ധർമ്മടം വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ദീപക്, വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേയുള്ള തെരഞ്ഞെടുപ്പ്, അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടന്ന തെരഞ്ഞെടുപ്പ്. അതിൽ തന്നെ വിവാദങ്ങൾ, വാഗ്വാദങ്ങൾ, ഇതൊക്കെ നമ്മൾ കണ്ടു. പ്രചാരണ വിഷയങ്ങൾ മാറിമറിയുന്നത് കണ്ടു. സർക്കാരിന് പ്രധാനമാണ് ഈ ഭരണത്തിൻ്റെ വിലയിരുത്തലാകും ഇത് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഘട്ടം കൂടിയാണ്. തികഞ്ഞ ആത്മവിശ്വാസം വെച്ചു പുലർത്തുന്നുണ്ടെങ്കിലും അടിയൊഴുക്കുകളിൽ ആശങ്കയുണ്ടോ ഇടതുമുന്നണിക്ക്? റീജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട CPIM-ന്റെ തെരഞ്ഞെടുപ്പ് അവലോകനം, അതായത് പോസ്റ്റ് പോൾ അവലോകനം നാളെ നടക്കുകയാണ്. നാളെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമുണ്ട്. ആ യോഗത്തിൽ പ്രധാന അജണ്ട തെരഞ്ഞെടുപ്പ് അവലോകനം തന്നെയാണ്. മറ്റൊന്ന് രാജ്ഭവൻ സർക്കാർ തർക്കവും ചർച്ചയാകും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, മണ്ഡലത്തിൻ്റെ ചുമതല വഹിച്ച പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ മണ്ഡലത്തിൻ്റെ പോസ്റ്റ് പോൾ റിപ്പോർട്ട് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അവതരിപ്പിക്കും. അദ്ദേഹം നിലമ്പൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു. സെക്രട്ടേറിയറ്റ് അംഗമായ സ്ഥാനാർത്ഥി സ്വരാജും സെക്രട്ടേറിയറ്റ് യോഗത്തിന് പങ്കെടുക്കാൻ വേണ്ടി നിലമ്പൂരിൽ നിന്നും യാത്ര തിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇവിടെ ചുമതല വഹിച്ച സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ ഒരാളാണ്. അതുപോലെ MV ജയരാജനും. ഇവരെല്ലാം തന്നെ ഈ നാളത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അതായത് പോസ്റ്റ് പോൾ വിലയിരുത്തലിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ചലിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന് ഈ വോട്ട് സാധ്യതകൾ, ഏറ്റവും ഒടുവിൽ വന്ന വിവാദങ്ങൾ. സ്വാഭാവികമായും MV ഗോവിന്ദൻ മാസ്റ്റർ അഭിമുഖത്തിൽ നൽകിയ വിവാദം, ആ വിവാദത്തെ വലിയ രീതിയിൽ UDF തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഉപയോഗിച്ചു. അത് ലാസ്റ്റ് ഏറ്റവും ഒടുവിൽ അതിനെ ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടി വിജയരാഘവൻ രംഗത്തിറങ്ങി. അപ്പോഴും ഡിഫ്യൂസ് ആവാതെയാണ് മുഖ്യമന്ത്രി ഇറങ്ങിയത്. സ്വാഭാവികമായും ഇതുൾപ്പെടെയുള്ള വിഷയങ്ങൾ നാളത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയാകും. TK റീജിത്ത്. ശരി, ദീപക് ധർമ്മടം വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ കാര്യങ്ങൾ വിലയിരുത്തും. അടിയൊഴുക്കുകൾ എത്രത്തോളം ബാധിക്കും എന്ന തരത്തിലുള്ള ചർച്ചകളിലേക്കൊക്കെ ഇടതുമുന്നണി കടന്നു കഴിഞ്ഞിട്ടുണ്ട്. തികഞ്ഞ ആത്മവിശ്വാസം നേതാക്കളുടെ പ്രതികരണങ്ങളിൽ ലഭ്യമാണ്. ഇനി എങ്ങനെയാണ് പാർട്ടി അതിനെ വിലയിരുത്താൻ പോകുന്നത് എന്നതൊക്കെ വരും മണിക്കൂറുകളിലെ ചർച്ചകളാണ്. ദീപക് ധർമ്മടം വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.